നിങ്ങൾ പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ കടലിലെ അത്ഭുതം നിറയുന്ന പറക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നുന്ന കാഴ്ചകൾ ആയിരിക്കാം. ഈ പറക്കുന്ന മീനുകൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ച മാത്രമല്ല, ഏറ്റവും രുചികരമായ ഒരു മത്സ്യ വിഭവം കൂടി ആണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ടൺ പറക്കുന്ന മത്സ്യങ്ങളെയാണ് ഏറ്റവും രുചികരമായ ആഹാരത്തിനായി പിടിച്ചെടുക്കുന്നത്. ഇനി കടലിൽ കൂട്ടം കൂട്ടമായി വളരെ വിരളമായി കാണുന്ന ഈ അത്ഭുത മത്സ്യങ്ങളെ എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ രീതിയിൽ ഈ മത്സ്യങ്ങളെ രാത്രികാലങ്ങളിലാണ് പിടികൂടുന്നത്. ഇതുപോലെ ബോട്ടുകളിൽ അതിശക്തമായ വെളിച്ചം പ്രകാശിക്കപ്പെടുമ്പോൾ മീനുകൾ കൂട്ടത്തോടെ ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവയെ പ്രത്യേക വലകൾ ഉപയോഗിച്ച് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്റർ കിടക്കുന്ന കടലിൽ ഈ മത്സ്യങ്ങളെ കൂട്ടത്തോടെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലുള്ള മെഷീനറികൾ ഉപയോഗിച്ചാണ് കടലിൽ ഇവയുടെ കൂട്ടം കണ്ടെത്തപ്പെടുന്നത്. എല്ലായ്പ്പോഴും രാത്രികാലങ്ങളിൽ ഇങ്ങനെ വെളിച്ചം അടിച്ചാൽ ഈ മീനുകളെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പരമ്പരാഗത മത്സ്യബന്ധനമായ വലകൾ ഉപയോഗിച്ചും ഇവയെ ഇതുപോലെ കൂട്ടത്തോടെ പിടിച്ചെടുക്കാറുണ്ട്. കടലിനടിയിൽ ഏകദേശം 1 കിലോയിൽ താഴെ മാത്രം വരുന്ന ഈ അത്ഭുത മീനുകൾ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് കടലിനു മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നത്. കൂട്ടം കൂട്ടമായി കടലിനു മുകളിലൂടെ ഇവ പറക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാൽ കടലിന് മുകളിലൂടെ പറക്കുമ്പോഴും അവ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കാം. പറക്കുന്ന പക്ഷികൾ ഇവയെ കൂട്ടത്തോടെ ആക്രമിച്ച് എടുത്തുകൊണ്ടു പോകാറുണ്ട്. സീസൺ സമയങ്ങളിൽ ഓരോ ബോട്ടുകളിലും 500 മുതൽ 1000 കിലോഗ്രാം മീനുകൾ വരെ ലഭിക്കുന്നതാണ്. പോലെ പറക്കുന്ന വലിയ ചിറകുള്ള മീനുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏറ്റവും രുചികരമായ ഈ മീൻ നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി എഴുതുവാൻ മറക്കരുത്. ഏറ്റവും രുചികരമായ ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ കരയിൽ ആവശ്യക്കാർ ധാരാളമുള്ള ഒരു മീൻ തന്നെയാണ് ഇത്. എന്നാൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവർക്കും ഈ മീൻ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മീൻ ലഭ്യമായാൽ ഏറ്റവും ഉയർന്ന വിലയും ഇവർക്ക് കിട്ടുന്നതാണ്. ഏറ്റവും രുചികരമായ പറക്കുന്ന മത്സ്യങ്ങൾ നിറയെ ലഭ്യമായ ഒരു ബോട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ തന്നെ ഇവ കരയിലേക്ക് അടുപ്പിക്കുന്നു. ഇവിടെ വെച്ച് ഓരോ മീനും അതിൻ്റെ വലിപ്പമനുസരിച്ച് വിവിധ ട്രേകളിലേക്ക് തിരിച്ച ശേഷം നന്നായി ഐസിട്ട് ഇവ ട്രക്കുകളിൽ കയറ്റി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. പിടിച്ചെടുത്ത മീൻ പോലെ തന്നെ നല്ല ഫ്രഷായി ഫാക്ടറികളിൽ എത്തിച്ചാൽ മാത്രമേ ഇവയ്ക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വില ലഭിക്കുകയുള്ളൂ. ഫാക്ടറികളിൽ എത്തിക്കുന്ന മീൻ ഇതുപോലെ കൺവെയർ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവയുടെ വലിപ്പമനുസരിച്ച് വീണ്ടും വേർതിരിയപ്പെടുകയും വെള്ളം കൊണ്ട് നന്നായി കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ
നന്നായി വെള്ളത്തിലൂടെ കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഓരോ മീനിലും പറ്റിയിരിക്കുന്ന ഉപ്പിൻ്റെ അംശവും പായലുകളും എല്ലാം നീക്കം ചെയ്താണ് എത്തുന്നത്. പിന്നീട് ഈ മീൻ തൊഴിലാളികളുടെ സഹായത്തോടുകൂടി എല്ലാ മീനിൻ്റെയും തല വേർപെടുത്തിയെടുക്കുന്നു. പിന്നീട് നന്നായി കഴുകി ഇതുപോലെ ട്രേകളിൽ നിരത്തി വയ്ക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായ ചാള ഉണക്കാൻ വെക്കുന്നത് പോലെ തോന്നും എങ്കിലും ഏറ്റവും രുചിയും ഗുണനിലവാരം കൊണ്ടും പോഷക സമ്പുഷ്ടം കൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന കടലിലെ പറക്കുന്ന മത്സ്യങ്ങൾ തന്നെയാണ് ഇത്. ശക്തമായ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന മീനിൽ നിന്നും ഫംഗസുകളെയും മറ്റ് ബാക്ടീരിയകളെയും നീക്കം ചെയ്ത് അത് വളരെ കൃത്യതയോടുകൂടി പാക്ക് ചെയ്ത് എടുക്കുന്നു. ഓരോ മീനും അതിൻ്റെ രുചിയും ഗുണമേന്മയും നഷ്ടപ്പെടാതെ വളരെ കൃത്യതയോടെ പാക്കറ്റുകളിൽ പാക്ക് ചെയ്യപ്പെടുന്നു. ഓരോ ടിന്നിലും പ്രകൃതിദത്തമായ എണ്ണകൾ മീനിനോടൊപ്പം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മീനിൻ്റെ ഗുണമേന്മ ദീർഘകാലം നിലനിൽക്കുകയും നല്ല രുചിയും ലഭ്യമാകുന്നു. ഇന്ന് മിക്ക വിദേശ രാജ്യങ്ങളിലും ആ രാജ്യത്തെ ഏറ്റവും വലിയ ഹോട്ടലുകളിലെ രുചിയേറിയ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവവും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ റെസ്റ്റോറൻറ്റുകളിലും വലിയ പാർട്ടികളിലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് ഈ മീൻ. ഇവ ഫ്രഷായി പാക്ക് ചെയ്യുന്നത് കൂടാതെ ഉണക്കിയും വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നന്നായി ക്ലീൻ ചെയ്തെടുത്ത മീനുകൾ വെയിലത്ത് വെച്ചോ അതല്ലെങ്കിൽ പുകയിട്ടോ അത് ഉണക്കിയെടുക്കുന്നു. പിന്നീട് ഈ മീനുകൾ വിവിധ റെസ്റ്റോറൻറ്റുകളിലേക്കും വീടുകളിലേക്കും ഉപയോഗത്തിനായി കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഉണക്കമീൻ പോലെ തന്നെ, പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അയിലയും ചാളയും പോലെയൊന്നുമല്ല ഈ ഉണക്കിയെടുത്ത പറക്കുന്ന മത്സ്യത്തിൻ്റെ രുചി. കടലിലെ പറക്കുന്ന ഈ മത്സ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചിയും ഗുണനിലവാരവും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.